നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എങ്ങനെ നടത്തുന്നതെന്നായിരുന്നു. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ആ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടും, രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിജക്റ്റിംഗ് ഓർ അക്സെപ്റ്റിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ ആൻ ഒബ്സർവ്ഡ് റാൻഡം സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യും. ആ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു അസംഷനാണ്. ഇപ്പം മഴ പെയ്യോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു അസംഷനാണ്. ആ അസംഷനെ നമ്മൾ ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ്? അതാണ് അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എനി ഹൈപ്പോത്തസിസ് കൺസേണിംഗ് ദ പാരാമീറ്റേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഓർ ദ ഫോം ഓഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒന്നെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് ഉള്ളൊരു അസംഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയിസോൺ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമലിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് മ്യൂവും സിഗ്മ സ്ക്വയറും. അപ്പോൾ ഞാനൊരു ഹൈപ്പോത്തസിസ് പറയുവാണ് മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ശരിയാവാം, ഒന്നെങ്കിൽ ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഫോൾസ് ആകാം. അപ്പോൾ ഈ ഒരു അസംഷൻ, മ്യൂവിൻ്റെ വാല്യൂ 25 എന്ന് പറയുന്ന ഒരു അസംഷൻ, ആ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന പ്രൊസീജിയറാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് മ്യൂ = 25 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്? ദ പ്രൊസീജിയർ വിച്ച് ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. നമ്മളിപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് ജനറേറ്റ് ചെയ്തു, ആ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്താണ്? ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ അസംഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന പ്രൊസീജിയറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. ഇനി ഞാൻ പറയുകയാണ്, മ്യൂവിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 25 ആകാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്? മ്യൂ എന്ന് പറയുന്ന വാല്യൂ ഐദർ 25 ആകാം, ഒന്നെങ്കിൽ 25 ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കവിടെ വരുന്ന വാല്യൂസ്? ഒന്നെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ >25 ആകാം, അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ <25 ആകാം, അല്ലെങ്കിൽ എനിക്ക് പറയാം മ്യൂവിൻ്റെ വാല്യൂ >25 ആണ്. അപ്പോൾ നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ 25 എന്ന് പറഞ്ഞ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അതായത് എപ്പോഴും നൾ ഹൈപ്പോത്തസിസ് ഈക്വൽ ടു ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ 3, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തസിസ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് അവധിയാണോ അല്ലയോ എന്നുള്ളത്. ഇന്ന് അവധിയാണെന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റ് അപ്പോൾ എന്തായിരിക്കും? അവധിയല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ സിഗ്മയുടെ വാല്യൂ 3 ആണെന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത് നമ്മൾ ഇതാണ് ടെസ്റ്റ് ചെയ്യുന്നത്, സിഗ്മയുടെ വാല്യൂ 3 ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ഈ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസ്, അത് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അത് ഈ നൾ ഹൈപ്പോത്തസിസ് തെറ്റാവാം. ആ തെറ്റാവുന്ന സമയത്ത് നമുക്ക് വേറൊരെണ്ണം അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ സിഗ്മയുടെ വാല്യൂ >3 ആകാം, അല്ലെ സിഗ്മ >3 എന്ന് വേണേൽ എടുക്കാം, അല്ലെ സിഗ്മ <3 എന്ന് എടുക്കാം. ഈ 3 കേസസ് ആണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആരാ? നൾ ഹൈപ്പോത്തസിസ് തെറ്റാവുന്ന കേസിൽ എടുക്കുന്നതാണ് ഓൾട്ടർനേറ്റ്. ഇപ്പം എക്സാമിന് പാസ്സാവുന്നോ ഇല്ലയോ എന്നുള്ളത്. എക്സാമിന് പാസ്സാവുന്നതെന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് എന്തായിരിക്കും? പാസ്സാവത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്: ദ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് ടെസ്റ്റഡ് ഫോർ ഇറ്റ്സ് പോസിബിൾ റിജക്ഷൻ. അപ്പം നമ്മൾ ഇതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ആ ഹൈപ്പോത്തസിസിനെ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തസിസ്. ആൻഡ് ഇസ് ഡിനോട്ടഡ് ആസ് H0. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് H0 എന്ന് പറഞ്ഞായിരിക്കും. ആൻഡ് ദ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് അക്സെപ്റ്റഡ് വെൻ ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ്. അതായത് H0 നമ്മൾ റിജക്റ്റ് ചെയ്തു. അതായത് H0 നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വഴിയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഇനി ഇൻ കേസ് അത് റിജക്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരെണ്ണം ശരിയായല്ലേ പറ്റുള്ളൂ. ആ ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് H0 നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് മ്യൂവിൻ്റെ വാല്യൂ 25 ആണോ എന്ന്.
അപ്പം മ്യൂവിൻ്റെ വാല്യൂ 25 ആണെന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിയാണോ അല്ലയോ നോക്കുന്നത്. ഇൻ കേസ് അത് തെറ്റായി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതാണ് മ്യൂവിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞത്. അതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഇനി ഈ ഹൈപ്പോത്തസിസിൽ തന്നെ സിമ്പിൾ ഹൈപ്പോത്തസിസും ഉണ്ട്, കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ ലാംഡയുടെ വാല്യൂ 3 എന്ന് പറയുന്നതുകൊണ്ട് ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന രണ്ട് നൾ ഹൈപ്പോത്തസിസ് അവിടെ ഉണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 3 എന്ന് പറയുന്നത്, അതായത് ഒരു എക്സാക്ട് വാല്യൂ ആണെന്ന് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തസിസും ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസും. എന്തുകൊണ്ടാണ് അതിനെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്? ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് 4 ആകാം, അല്ലെ 5 ആകാം, അല്ലെ 6 ആകാം, ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തസിസും അല്ല. ഇപ്പം ഒരു ഏത് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആണെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഹൈപ്പോത്തസിസ് ഉണ്ട്, നള്ളും ഓൾട്ടർനേറ്റും. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ റിജക്ഷന് വേണ്ടിയിട്ട് വെക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് നള്ള്. ഇനി എന്താ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ, നൾ ഹൈപ്പോത്തസിസ് തെറ്റാവുന്ന കേസിൽ ഏതാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ ഈ ഒരു പ്രൊസീജിയറൊക്കെ നടത്തുമ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ് മ്യൂവിൻ്റെ വാല്യൂ 25 ആണ്. മ്യൂവിൻ്റെ വാല്യൂ 25 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി മ്യൂവിൻ്റെ വാല്യൂ 25 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പകരം റിജക്റ്റ് ചെയ്താൽ അവിടെ ഒരു എററാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണ് ആവറേജ്, നമ്മുടെ ക്ലാസ്സിൻ്റെ ആവറേജ് 35 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഞാൻ 35-ന് പകരം 40 ആയി എഴുതിയത്, അല്ലെങ്കിൽ ഈ 35 ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. മ്യൂവിൻ്റെ വാല്യൂ 35 എന്ന് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം റിജക്റ്റ് ചെയ്താൽ അവിടെ എററാണ് വരുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സാണ് നമുക്ക് വരുന്നത്. ഒന്ന്, നമുക്ക് H0 ഉം H1 ഉം ഉണ്ടെന്ന് പറഞ്ഞു. H0 ഉണ്ട്, H1 ഉണ്ട്. ഇനി ഈ H0 ട്രൂ ആകുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അക്സെപ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. H0 ട്രൂ ആകുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം റിജക്റ്റ് ചെയ്താൽ അവിടെ എററാണ് വരുന്നത്. അതായത് നമ്മളിവിടെ റിജക്റ്റ് ചെയ്തു H0. ഏത് കേസിൽ? വെൻ H0 is true. H0 ട്രൂ ആയ സമയത്ത് H0 റിജക്റ്റ് ചെയ്യുന്നത് ഒരു എററാണ്. ആ എററാണ് ടൈപ്പ് 1 എറർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഇസ് ട്രൂ ഇസ് നോൺ ആസ് ടൈപ്പ് 1 എറർ. അപ്പോൾ എന്തായിരിക്കും ടൈപ്പ് 2 എറർ? ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ H1 ട്രൂ ആയി. H1 ട്രൂ ആകുന്ന കേസിൽ ആരെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യേണ്ടത്? H1-നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. H1 ട്രൂ ആകുന്ന സമയത്ത് H1-നെ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഞാൻ H0-നെയാണ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അതാണ് ടൈപ്പ് 2 എറർ. അതായത് നമ്മൾ എറേഴ്സ് പറയുന്നത് H0-ൻ്റെ കേസിൽ ഒന്നെങ്കിൽ റിജക്റ്റിംഗ് H0 അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് H0. എപ്പോഴാണ് H0 അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഇവിടെ 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം H0 ട്രൂ ആകുന്ന കേസിൽ H0 ശരിയല്ലേ? അപ്പം മഴ പെയ്യുമെന്ന് പറയുന്നത് ശരിയാണ്. അപ്പം ശരിയാകുന്ന കേസിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ H0-നെ റിജക്റ്റ് H0 ചെയ്തു. അപ്പം ഇതാണ് ടൈപ്പ് 1 എറർ. അപ്പം എന്താണ് ടൈപ്പ് 1 എറർ? റിജക്റ്റിംഗ് H0 വെൻ H0 is true. ഇതാണ് ടൈപ്പ് 1 എറർ. അപ്പം ടൈപ്പ് 2 എറർ എന്തായിരിക്കും? ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ H1 ആണ് ട്രൂ. H1 ട്രൂ ആകുന്ന സമയത്ത് H1-നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ആരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു? H0-നെ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇതാണ് ടൈപ്പ് 2 എറർ. അപ്പം രണ്ട് എറേഴ്സാണ് ഉള്ളത്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റിംഗ് H0 വെൻ H0 is true. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് H0 വെൻ H1 is true. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അക്സെപ്റ്റിംഗ് H0 വെൻ H1 is false. H0 is false. H0 false ആയി. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അതിന് വേറെ അക്സെപ്റ്റ് അല്ലേ ചെയ്തത്. അപ്പോൾ രണ്ട് കേസിൽ പറയാം. ഒന്ന് അക്സെപ്റ്റിംഗ് H0 വെൻ H1 is true, അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് H0 വെൻ H0 is false. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. അടുത്തത് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ലെവൽ? സിഗ്നിഫിക്കൻസ് ലെവലിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് 1 എറർ ഉണ്ടാവുമല്ലോ, ആ ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? ആൽഫ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 is true.
അപ്പോൾ അതായത് സിഗ്നിഫിക്കൻസ് ലെവലിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് എന്ന ഈ സ്ലാഷിനെ നമ്മൾ ഗിവൺ എന്ന് വിളിക്കും. ഗിവൺ എച്ച് നോട്ട് എന്ന് എഴുതിയാൽ എച്ച് നോട്ട് ഗിവൺ കഴിഞ്ഞ് എഴുതുന്നത് എപ്പോഴും നമ്മൾ ട്രൂ ആയിരിക്കും. അപ്പം ഗിവൺ എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഗിവൺ എച്ച് നോട്ട് ഇസ് ട്രൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതല്ലേ നമ്മുടെ ടൈപ്പ് 1 എറർ. ആ ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റി ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ. ഇപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നുള്ള സിമ്പിളാണ്. ഇനി ടൈപ്പ് 2 എററിൻ്റെ പ്രോബബിലിറ്റിയാണ് ബീറ്റ. അപ്പോൾ ബീറ്റ ആരാ? ടൈപ്പ് 2 എററിൻ്റെ പ്രോബബിലിറ്റി എന്താ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ അതായത് എന്താ ടൈപ്പ് 2 എറർ? പ്രോബബിലിറ്റി ഓഫ് accepting h not given h1 is true. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ? എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഇസ് ട്രൂ. ഇതാണ് ആൽഫ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ ആരാ? ബീറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ പറയുന്നത് അക്സെപ്റ്റിംഗ് എച്ച് നോട്ട് വെൻ h1 is true. h1 ശരിയാകുന്ന കേസിൽ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ. ഓക്കെ ആണോ? ഇനി നമുക്ക് ടൈപ്പ് പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ് പവർ? പവർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പവർ കൂടിയാൽ ടെസ്റ്റ് നല്ലതായിരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറേഴ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് പവർ ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ പവർ ഓഫ് ദ ടെസ്റ്റ് പി എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റയാണ്. ബീറ്റയാണ് നമ്മുടെ ഒരു എറർ. ആ എറർ റെഡ്യൂസ് ചെയ്യും, ആ എറർ മൈനസ് ചെയ്യുന്നതാണ് പവർ ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അതല്ലേ ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ എച്ച് നോട്ട് ഫോൾസ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതല്ലേ നല്ല കാര്യം. ഇത് എറർ അല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ പവർ. അപ്പോൾ പവർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പവർ ഓഫ് ദി ടെസ്റ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. എച്ച് നോട്ട് തെറ്റാവുന്ന സമയത്ത് എച്ച് നോട്ട് കളയുന്നതാണ് പവർ. അപ്പോൾ നമുക്കതിനെ ബീറ്റയുടെ ടേംസിൽ എഴുതാം. അതാണ് പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ. അപ്പം നമുക്ക് പറയാം പവർ ഇസ് ദ കോംപ്ലിമെന്റ് ഓഫ് ടൈപ്പ് 2 എറർ. അപ്പം നമ്മൾ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ എന്ന് എഴുതിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? പവർ എന്ന് പറയുന്നത് ബീറ്റ എന്നുള്ള എററിന്റെ കോംപ്ലിമെന്റ് ആണ്. ബീറ്റ മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് നമ്മൾ ഈ ടെസ്റ്റ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യണം. ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ടി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ സാമ്പിളിൽ നിന്ന് എടുക്കുമല്ലോ, സാമ്പിളിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ എടുക്കും. ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി ഒരു ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ട്. അതായത് എങ്ങനെയാണ് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഉണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് നമ്മുടെ സാമ്പിളാണ്. അപ്പോൾ സാമ്പിൾ വാല്യൂസിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷനാണ് ഈ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടിയുടെ വാല്യൂ നമ്മൾ റിജക്ഷൻ റീജിയനിൽ വരുവാണെങ്കിലാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ആണ്. അപ്പോൾ ഈ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള ആ റീജിയനിൽ വരുവാണെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പം നമുക്ക് അക്സെപ്റ്റൻസ് റീജിയനും ഉണ്ട്, റിജക്ഷൻ റീജിയനും ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അക്സെപ്റ്റൻസ് റീജിയനിൽ വരുവാണെങ്കിൽ നമ്മൾ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യും. റിജക്ഷൻ റീജിയനിലാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കാം. ടെസ്റ്റ് പ്രൊസീജിയർ ഡിവൈഡ്സ് എ സാമ്പിൾ സ്പേസ് ഇൻറ്റു 2 region, acceptance region and rejection region. The null hypothesis is rejected when the value of the test statistic falls in the rejection region. നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ റിജക്ഷൻ റീജിയനിൽ വരുവാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അക്സെപ്റ്റൻസ് റീജിയനിലാണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റിജക്ഷൻ റീജിയൻ ഈസ് നോൺ ആസ് CR. അപ്പം CR ഉണ്ടെങ്കിലാണ് നമ്മളത് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ജനറലി CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്ഷൻ റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ഈ ഡെഫിനിഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് അടുത്ത പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പല ടൈപ്പ് ഓഫ് ടെസ്റ്റിങ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡെഫിനിഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കാം.